ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ഒരു ഓവർലേ വീഡിയോയുടെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓവർലീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരാൻ നോക്കാം. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് കട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട വീഡിയോസൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്ലിപ്സ് ആഡാക്കി കാണിച്ചിട്ടുണ്ട്. ക്ലിപ്സൊക്കെ ആഡാക്കി കഴിഞ്ഞ് നമുക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ക്യാൻവാസ് എന്ന് പറഞ്ഞാണ് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോയുടെ റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1:1 ആണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ക്ലിപ്സിലും നമുക്ക് 1:1 ആക്കി സെറ്റാക്കി കൊടുക്കാം. സെറ്റായി കഴിഞ്ഞിട്ട് നേരെ അടിയിൽ ഓഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിതിലേക്ക് ഒരു ഓഡിയോ ഇമ്പോർട്ട് ആക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു വീഡിയോ ആഡാക്കിയിട്ട് അതിൽ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. ഓഡിയോ ആഡാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓവർലേ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്ത ക്ലിപ്പ് ഇതിലേക്ക് ഇമ്പോർട്ട് ആക്കി കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഫസ്റ്റ് ആഡ് ചെയ്ത ക്ലിപ്പ് ഇമ്പോർട്ട് ആക്കിയിട്ട് ടിക്ക് മാർക്ക് കൊടുത്ത് ലെഫ്റ്റിലോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കാണും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. എന്നിട്ട് നമ്മുടെ ക്ലിപ്സിൻ്റെ അതേ സൈസിൽ നമുക്കത് സൂം ചെയ്ത് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. സെറ്റാക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു കട്ട്സ് ആഡ് ചെയ്യാം, സെക്കൻഡ് ക്ലിപ്സ് ആഡ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ട് അതേ റേഷ്യോയിൽ തന്നെ നമുക്ക് അതും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ക്ലിപ്സും ഇതേ സെയിം മെത്തേഡ് തന്നെ വെച്ച് നമുക്ക് ചെയ്യാം. ക്ലിപ്സൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ അടിയിലേറ്റ് എഫക്റ്റ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഹേർട്ടിൻ്റെ എഫക്റ്റും അങ്ങനെ കുറേ എഫക്റ്റ് നമുക്ക് ഇവിടെ കാണാം. ഞാനിവിടെ ജസ്റ്റ് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഹേർട്ടിൻ്റെ എഫക്റ്റ് എടുത്ത് ടിക്ക് മാർക്ക് കൊടുത്ത് ഇവിടെ ജസ്റ്റ് ആഡാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ബാക്കിലായിട്ട് തന്നെ ആ ഓവർലേ. ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ വീഡിയോസിൽ ഇതിലുള്ള ഓവർലേസൊക്കെ കൊണ്ടുവരാം. ഞാനിവിടെ ജസ്റ്റ് വേറെ ഒരു എഫക്റ്റ് കൂടെ ആഡാക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഹേർട്ടിൻ്റെ എഫക്റ്റ് എടുത്ത് അതും ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ കാണാം ഒബ്ജക്റ്റിൻ്റെ ബാക്കിലായിട്ട് വരുന്നത്. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് എല്ലാത്തിലും നമുക്ക് ഇതേപോലുള്ള എഫക്ട്സ് ഓവർലീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസിൽ ഓവർലേ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം വാട്ടർമാർക്ക് ഇല്ലാണ്ട്. നമുക്കവിടെ വാട്ടർമാർക്കിൻ്റെ അവിടെ തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ വാച്ച് ഏഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഏഡ് വരും. ആ ഏഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർമാർക്ക് റിമൂവ് ആയി കിട്ടും. വാട്ടർമാർക്ക് റിമൂവ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. എക്സ്പോർട്ട് ചെയ്താൽ നമ്മുടെ വീഡിയോ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലാണ്. ഓക്കെ, ബൈ.